ഇനി നോക്കാം കാർഷിക വാർത്തകൾ. തേങ്ങ വില കൂടിയത് കർഷകർക്ക് നേട്ടമെന്ന് കൃഷി വകുപ്പ്. ഇടനിലക്കാരില്ലാതെ കച്ചവടക്കാർ നേരിട്ട് സംഭരിച്ചത് ഗുണം ചെയ്തെന്നും അധികൃതർ. കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക സ്ഥിതിവിവരക്കണക്ക് പ്രകാരം വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് ശരാശരി 16,468 രൂപയായിരുന്നു. ഇപ്പോഴിത് 29,974 രൂപയായി. പൊതിച്ച തേങ്ങയുടെ വില ക്വിന്റലിന് 3,102 നിന്ന് 6,484 രൂപയായി ഉയർന്നു. 1 കിലോ പച്ചത്തേങ്ങയ്ക്ക് 2024 30 മുതൽ 33 രൂപയായിരുന്നു വില. ഈ വർഷം 60 മുതൽ 65 രൂപയായി. മുൻകാലങ്ങളിൽ വില കൂടുതലിന്റെ വലിയൊരു ഭാഗം ഇടനിലക്കാരുടെ കൈകളിലെത്തുമായിരുന്നു. നേരിട്ട് തേങ്ങ ശേഖരിക്കാൻ ചെറുകിട കച്ചവടക്കാരും സംസ്കരണ യൂണിറ്റുകളും ഇറങ്ങിയതാണ് കർഷകർക്ക് ആശ്വാസമായത്. കാർഷിക സഹകരണ സംഘങ്ങളും കാർഷികോൽപാദന സംഘടനകളും സഹകരിച്ചതോടെയാണ് ഇടനിലക്കാരുടെ ചൂഷണം ഒരു പരിധിവരെ കുറയ്ക്കാനായത്. തേങ്ങവില ഉയർന്നതോടെ തെങ്ങു പരിപാലനത്തിലുള്ള താൽപര്യവും കൂടി. കേരള കാർഷിക സർവകലാശാല, നാളികേര വികസന ബോർഡ്, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം, സർക്കാർ കൃഷി ഫാമുകൾ എന്നിവയുടെ സഹകരണത്തോടെ അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിൻ തൈകൾ വിതരണം ചെയ്യുന്നുണ്ട്. 5 വർഷത്തിനിടെ 70,42,615 തെങ്ങിൻ തൈകളാണ് വിതരണം ചെയ്തത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യയിലെ പാം ഓയിൽ ഇറക്കുമതി സെപ്റ്റംബറിൽ കഴിഞ്ഞ 4 മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. പാം ഓയിൽ വില കൂടുതലായതോടെ റിഫൈനറുകൾ അതിനു പകരം വില കുറഞ്ഞ സോയ ഓയിൽ ഉപയോഗിച്ചു തുടങ്ങിയതായി വ്യാപാരികളുടെ കണക്ക് പ്രകാരം സെപ്റ്റംബറിൽ ഇന്ത്യയുടെ പാം ഓയിൽ ഇറക്കുമതി മുൻമാസത്തേക്കാൾ 15.9% കുറഞ്ഞ് 8,33,000 മെട്രിക് ടണ്ണായി. മെയ് മാസത്തിനു ശേഷം ഏറ്റവും കുറഞ്ഞ നിലയാണിത്. അതേസമയം സോയ ഓയിൽ ഇറക്കുമതി 37.3% വർദ്ധിച്ച് 5,05,000 ടണ്ണായി. 2022 ജൂലൈക്ക് ശേഷം ഏറ്റവും ഉയർന്ന നിലയാണിത്. സൺഫ്ലവർ ഓയിൽ ഇറക്കുമതി 5.8% വർദ്ധിച്ച് 8 മാസത്തിനിടയിലെ ഉയർന്ന നിലയായ 2,72,000 ടണ്ണായി. പാം ഓയിൽ ഇറക്കുമതി കുറയുന്നതിനാൽ സെപ്റ്റംബറിൽ ഇന്ത്യയുടെ ആകെ ഭക്ഷ്യ എണ്ണ ഇറക്കുമതി 0.7% കുറഞ്ഞ് 1.61 മില്യൺ ടണ്ണായി. ഈ കണക്കുകളിൽ നേപ്പാളിൽ നിന്നുള്ള തീരുവരഹിത മേഖലയിലൂടെ വന്ന ഇറക്കുമതികളെ ഉൾപ്പെടുത്തുന്നില്ല. ഇപ്പോൾ പാം ഓയിലിന് സോയ ഓയിലിനേക്കാൾ വില കൂടുതലാണ്. ഇന്ത്യ പ്രധാനമായും ഇന്തോനേഷ്യയിൽ നിന്നും മലേഷ്യയിൽ നിന്നുമാണ് പാം ഓയിൽ വാങ്ങുന്നത്. സോയ ഓയിലും സൺഫ്ലവർ ഓയിലും അർജന്റീന, ബ്രസീൽ, റഷ്യ, ഉക്രൈൻ എന്നിവിടങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്തെ കന്നുകാലികൾക്കായുള്ള ഇൻഷുറൻസിനായി ഗോസമൃദ്ധി പദ്ധതി നടപ്പാക്കുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചു റാണി പറഞ്ഞു. പദ്ധതിയിൽ 15% പ്രീമിയം മാത്രമാണ് കർഷകർ വഹിക്കേണ്ടത്. വർഷം തോറും 100,000-ഓളം പശുക്കുട്ടികളെ സർക്കാർ ദത്തെടുത്ത് തീറ്റ നൽകി സംരക്ഷിക്കും. പരാത രോഗങ്ങളുടെ നിയന്ത്രണവും ഇങ്ങനെ സാധ്യമാകും. സൈബർ സംവിധാനത്തിലൂടെ മൃഗചികിത്സകൾ ഏകോപിപ്പിക്കുന്ന ഈ സമൃദ്ധ പദ്ധതിയും കൊല്ലത്ത് നടപ്പാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു.